Today's headlines brought to you by Malabar Gold and Diamonds. ഈ മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഡാളസ് മലയാളി അസോസിയേഷൻ ആദ്യമായി ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് കേരളത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബെൻസിൽവിൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിമൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെട്ടു. എക്യുമെനിക്കൽ കൗൺസിലിംഗിന്റെ ആഭിമുഖ്യത്തിൽ അഖില ലോക പ്രാർത്ഥനാ ദിനം മാർച്ച് 8 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ഷിക്കാഗോ മാർത്തോമ ദേവാലയത്തിൽ വെച്ച് പ്രൗഢഗംഭീരമായി ആചരിച്ചു. മന്ത്രയുടെ രണ്ടാമത് ഹിന്ദു കൺവെൻഷന്റെ ന്യൂയോർക്ക് കിക്ക് ഓഫും കലാസന്ധ്യയും ന്യൂയോർക്കിൽ വിജയകരമായി സംഘടിപ്പിച്ചു. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ മെൻ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ക്രിസ്തീയ സഹോദരങ്ങൾ ഒത്തുചേർന്ന് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് അത്യന്തം ഹൃദ്യവും ആനന്ദകരവുമായ അത്യപൂർവ അനുഭവമായി. വിമാനത്തിലെ ടോയ്ലറ്റുകളിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെ തടസ്സമുണ്ടാക്കുന്ന സാധനങ്ങൾ ഫ്ലഷ് ചെയ്യുന്നത് നിർത്താൻ എയർ ഇന്ത്യ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ പ്രതിരോധം തീർത്തും കേരളത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ പോരാടാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ ഒരുങ്ങുന്നു. അറ്റ്ലന്റ മെട്രോ മലയാളി അസോസിയേഷൻ വനിതാ ദിനം വ്യത്യസ്തമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മലയാളി അസോസിയേഷന്റെ ആതിഥേയത്തിൽ കേരള ഹൗസിൽ മാർച്ച് 7 വെള്ളിയാഴ്ച സംഘടിപ്പിച്ച യുണൈറ്റഡ് ആൻഡ് ഇൻസ്പയർ പരിപാടി വിവിധ സംഘടനകളുടെ മികച്ച പങ്കാളിത്തവും സഹകരണവും കൊണ്ട് ശ്രദ്ധേയമായി. This news reels brought to you by Malabar Gold and Diamonds.